പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം, ലവ് ജിഹാദ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. ശക്തമായ നിയമങ്ങൾ ഇതിനെ ചെറുക്കാൻ ഇല്ലെങ്കിൽ വലിയൊരു വിപത്തായി ലവ് ജിഹാദ് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ ഭവനങ്ങളിൽ തുടരും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വീണ്ടും മനോജ് ചേരുകയാണ്. മനോജ്, ഇപ്പോൾ ഈ കുട്ടിയുടെ പ്രതികരണവും കുടുംബത്തിൻ്റെ പ്രതികരണവും നമ്മൾ കേട്ടിരുന്നു. കുടുംബം ഈ വിഷയത്തിൽ ഇപ്പോൾ മനോജ് നേരിട്ട് ഈ കുട്ടിയുടെ അമ്മയുമായും കുട്ടിയുമായും ഒക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണല്ലോ. അതാണ് പിന്നീട് റിപ്പോർട്ടായി തയ്യാറാക്കിയത്. ഇപ്പോൾ ഈ കുട്ടിയുടെ കുടുംബം അടുത്ത സ്റ്റെപ്പായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊട്ടാരക്കര പോലീസിനെ സമീപിച്ചു. അതിനുശേഷം അത് ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിലേക്ക് പോയി. അതിനു പിന്നാലെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ അമ്മ കാണുന്നതും പിന്നീട് പരാതി നൽകുന്നതും. പരാതി എന്തായാലും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വനിതാ സെല്ലിലേക്കുൾപ്പെടെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലേക്കുൾപ്പെടെ ഫോർവേഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേസെടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇനിയും ഈ ഭീഷണി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ഭീതി. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒത്തുതീർപ്പിന് ശേഷവും ഈ യുവാവ് ഇത്തരത്തിൽ കുട്ടിയെ അസഭ്യം പറയുന്ന രീതിയിലേക്കൊക്കെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബം പരാതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റൊരു പെൺകുട്ടിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കാരണം ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഒരു പരാതി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി നൽകിയിട്ടുണ്ട്. അതും ഈ യുവാവിനെതിരെ തന്നെയാണ്. ശക്തമായിട്ടുള്ള നടപടി ഇതിലുണ്ടാകണമെന്നുള്ളതാണ് ഇരു കുടുംബത്തിന്റെയും ആവശ്യം. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് തന്നെയാണോ, അതോ സംസ്ഥാനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തുള്ള പെൺകുട്ടിക്കാണോ ഇയാളുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്? ഇവർ തമ്മിൽ പരിചയമുള്ള ഒരു പെൺകുട്ടിക്ക് തന്നെയാണ്. ആ പെൺകുട്ടിയാണ് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ പെൺകുട്ടിയോട് ഇത്തരത്തിൽ ശാരീരിക ഉപദ്രവം നടത്തി എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഇരു പരാതിയിലും കേസെടുക്കണമെന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ യുവാവിന് മറ്റുള്ളവരുമായി, മറ്റ് ജില്ലകളിലടക്കമുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. അവരുടെ സഹായം ഇതിന് ലഭിക്കും, മതം മാറിക്കഴിഞ്ഞാൽ പണം ലഭിക്കുമെന്നൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് നൽകിയ വാഗ്ദാനം. ആദ്യമൊക്കെ തന്നെ ഈ പെൺകുട്ടി ഇത് വിശ്വസിച്ചിരുന്നു. പിന്നീട് എതിർത്തപ്പോഴാണ് നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടായത്. ഈ പരാതി നൽകിയതിന് ശേഷവും കുടുംബത്തിന് നേരെ ഭീഷണി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോൺ വിളിച്ച് അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ ഈ പരാതി പിൻവലിക്കണമെന്നുള്ള ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്തായാലും പരാതി പിൻവലിക്കാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ മകളെ പുറത്തിറക്കാൻ പേടിയാണെന്നാണ് ആ അമ്മ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. ആദ്യമൊന്നും തന്നെ ഇതൊക്കെ മനോജിലേക്ക് എത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശശികല ടീച്ചർ, ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്യുകയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നതാണ്. പക്ഷേ ഇതൊരു തുടർക്കഥയായി കേരളത്തിൽ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് +2 പഠിക്കുന്ന ഒരു കുട്ടിയുമായാണ് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം, ഏറ്റവും ഒടുവിൽ മതം മാറാൻ തയ്യാറാകത്തില്ല എന്നീ കുട്ടി സ്റ്റാൻഡ് എടുക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഭീഷണിയുടെ സ്വരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ശശികല ടീച്ചർ? ഗുരുതരമാണ് ഈ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരുപക്ഷെ മധ്യകാലഘട്ടത്തിലൊക്കെ തന്നെ മതത്തിന്റെ പേരിൽ നടന്നിരുന്ന കുരിശുയുദ്ധങ്ങളും രാജ്യം കീഴ്പ്പെടുത്താനുള്ള ആ ശ്രമങ്ങളൊക്കെ കാലം ആധുനികതയിലേക്ക് കടന്നപ്പോൾ മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മാറും എന്നെല്ലാവരും വിശ്വസിച്ചെങ്കിൽ തന്ത്രം മാത്രമേ മാറിയിട്ടുള്ളൂ എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എങ്ങനെയാണോ അവരുടെ തുടക്കകാലത്തുള്ള ലക്ഷ്യം, കൂടുതൽ ഭൂപ്രദേശങ്ങൾ, കൂടുതൽ ആളുകളെ മതം മാറ്റിക്കൊണ്ട് കീഴ്പ്പെടുത്തുക, അതിലൂടെ തങ്ങളുടെ രാജ്യമാക്കി മാറ്റുക. അതിനിപ്പോ കാലം മാറിയപ്പോൾ തന്ത്രങ്ങൾ മാറി എന്നുള്ളതേ ഉള്ളൂ. അന്നൊരു പക്ഷെ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരണാധികാരികളെ മാറ്റിയെടുത്ത് അങ്ങനെയൊക്കെയാണ് അന്ന് തങ്ങളുടേതായ കൊച്ചു കൊച്ചു തുരുത്തുകളും രാജ്യങ്ങളും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് കിട്ടാവുന്ന എല്ലാ അടവും അവർ ഉപയോഗിക്കുന്നു. ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഇത്തരത്തിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം അവനവന്റെ പ്രണയത്തിന് വേണ്ടിയല്ല, സ്വന്തം മതത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ആദ്യം പ്രണയത്തിൽ വീണില്ലെങ്കിൽ പിന്നീട് ഭീഷണിപ്പെടുത്താനും, അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമടക്കമുള്ള എല്ലാ നേട്ടങ്ങളും ഈ മാറ്റുന്നവർക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ മാറ്റുന്നവൻ വെറും ടൂള് മാത്രമാണ്. ഈ പ്രണയിക്കാൻ നിൽക്കുന്നവൻ വെറും ടൂള് മാത്രമാണ്. ആ ടൂൾ ഉപയോഗിക്കുന്നത് ആര് എന്ന് അന്വേഷിക്കാൻ കേരള സംസ്ഥാനത്തിന് കഴിയുന്നില്ല.
കാരണം മതം മാറ്റുന്നവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരെ അവരെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്കെതിരെ കേസന്വേഷണം മാന്യമായി നടക്കുമോ? അപ്പോൾ ലവ് ജിഹാദ് നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ഭരിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെ നമ്മുടെ പെൺകുട്ടികൾക്ക് നീതി കിട്ടാവുന്നതാണ്? ഇത് സ്ത്രീത്വത്തോടുള്ള, നമ്മുടെ സംസ്കാരത്തോടും രാഷ്ട്രത്തോടും അല്ല, സ്ത്രീത്വത്തോടുള്ള അപമാനമാണെന്ന്. പെൺകുട്ടികൾ ഇരയാണോ ആരുടെയെങ്കിലും ഒക്കെ? അവരുടെ താല്പര്യത്തിന് എണ്ണം കൂട്ടാനുള്ള ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. ടീച്ചർ, ഇന്നലെ കൊല്ലം ജില്ലയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും കാര്യമായ ആക്ഷൻ ഇല്ല. അതിനും ഒരു ലവ് ജിഹാദിന്റെ ഒരു സ്വഭാവം ആ കൊലപാതകത്തിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ആ സമൂഹത്തിൽ നമ്മളെല്ലാവരും അത്തരത്തിലൊരു സംശയം, കാരണം അതിന്റെ പിന്നിൽ അത്തരത്തിലൊരു ചില ദുരുദ്ദേശങ്ങളുണ്ട് എന്ന്. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്നവരും അല്പസ്വല്പം വരികൾക്കിടയിലൂടെ വായിക്കാൻ അറിയാവുന്നവരുമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ അതിൽ അങ്ങനെ ഒരു നിറം ഉണ്ട് എന്ന് ഇതിനകത്ത് തന്നെ പലരും സംശയിച്ചിട്ടുണ്ട്. പോലീസ് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭരണകൂടം അതിന് അവർക്ക് വേണ്ടുന്ന അനുമതി കൊടുക്കണ്ടേ? അവർക്ക് കക്ഷത്തിലുള്ളത് വിടാതെ പറക്കണേനെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പറന്ന് പിന്നാലെ പോകുമ്പോൾ അതിന്റെ ഈ എന്താ പറയേണ്ടത്, നീതി ന്യായവും നടപ്പാക്കാൻ അവർക്ക് ഭയമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ നീതി കിട്ടില്ല എന്നത് സമീപകാലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അവർക്ക് ജനങ്ങളുടെ സുരക്ഷയല്ല, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്വസ്ഥതയല്ല, നാടിന്റെ സംസ്കാരവുമല്ല അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവർക്ക് കയ്യിൽ കിട്ടാവുന്ന ഒരു പിടി വോട്ടുകൾക്കപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് തെളിഞ്ഞപ്പോൾ ഒരു പ്രതിബദ്ധതയും ആരോടും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി തന്ന ഒരവസ്ഥയിൽ ഇനി പൊതുജനങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്താൽ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്തുക്കൾ വളരെ വലുതാണ്. അതെന്തുമാത്രം നമ്മുടെ സ്വസ്ഥതയ്ക്ക് തകരാറുണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നെങ്കിൽ അതിന് ഉത്തരവാദി ഭരണകൂടം മാത്രമാണ്. ഇതിപ്പോ എത്രാമത്തെയാണ്? നമ്മൾ എത്ര സംഭവങ്ങൾ ചർച്ച ചെയ്യും? എത്ര കുടുംബങ്ങളിൽ ഈ കണ്ണീര് വീണു? എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചുപോയി? എത്ര പേർ കൊല ചെയ്യപ്പെടുകയോ മരിക്കുകയോ ചെയ്തു? ഇനി എത്രയായാലാണ് കണ്ണു തുറക്കുക? അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടം ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരവാദികൾക്ക് വേണ്ടി ചില നാടകങ്ങൾ കളിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് തങ്ങൾ തന്നെ ഇത് കൈകാര്യം ചെയ്യണം എന്നൊരു ദുരവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് +2 പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യണം. അതിന് ഭരണകൂടം തയ്യാറുണ്ടോ എന്നാണ് ഇനി നമുക്ക് നോക്കി കാണാനുള്ളത്.